ബുദ്ധമതത്തിൽ 8 ധർമ്മചക്രങ്ങളെ കുറിച്ചാണ് പറയാറുള്ളത്. ധർമാവിയിൽ 8 കൈകൾ, നമ്മുടെ അഷ്ടാംഗ യോഗം പോലെ തന്നെ 8 നോബിൾ പാത്സ് എന്ന് ബുദ്ധമതത്തിൽ പറയുന്ന 8 മാർഗങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യന് നന്നാവാനുള്ള. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ യുവതലമുറയ്ക്ക് എങ്ങനെ ഉപയോഗപ്രദമാകും എന്നുള്ളതിൻ്റെ 8 ഭാഗങ്ങൾ ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളായിട്ട്, ഓരോ വീഡിയോസായിട്ട് ഇടാന്ന് വിചാരിച്ചു. ജീവിതം ശരിയായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പ്രായോഗിക മാനുവലായിട്ട് ഇതിനെ കാണാൻ പറ്റും. ഒരു യുവാവോ യുവതിയോ സ്ഥിരതയുള്ള, വിജയകരമായ, സന്തോഷകരമായ, അർത്ഥവത്തായ ജീവിതം നയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നയിക്കാൻ ഉതകുന്ന ചില അടിസ്ഥാന തത്വങ്ങൾ, സൂപ്പർ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് വേണ്ടത് കുറേ പണം വേണം. ഇപ്പോൾ മീഡിയയുടെ കാലമാണ്, കുറേ ഫോളോവേഴ്സ് വേണം, കുറേ നല്ല സ്റ്റൈൽ ഉണ്ടാവണം, ശരിക്കും ആസ്വദിക്കാൻ പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയാം. കുറേ സൗകര്യങ്ങൾ വേണം. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കയറുമ്പോഴാണല്ലോ നമ്മൾ ആസ്വദിക്കുക. അപ്പോഴാണ് ആശയക്കുഴപ്പം, ആശങ്ക, ശ്രദ്ധിക്കാൻ കഴിവില്ലാണ്ട് ശ്രദ്ധാഭംഗം, ലഹരികൾ, കോപം, ആംഗ്രി, ആകെ ഒരു ശൂന്യത. ഇതില് ബുദ്ധന്റെ 8 മാർഗങ്ങൾ നമ്മുടെയൊക്കെ ഭാരതീയ സങ്കല്പങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ തരംതിരിച്ച് ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധൻ ഇതൊന്നും പറയില്ല എന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബുദ്ധൻ കുറച്ചും കൂടി അത് നമ്മുടെ ഒരു സാധാരണ മനുഷ്യന്മാരുടെ ലെവലിലേക്ക് ആ ചിന്തകൾ കൊണ്ടുവരുത്താൻ ബുദ്ധന് സാധിച്ചിട്ടുണ്ട്. ശരിയായ ചിന്തയും ശരിയായ ഉദ്ദേശവും ശരിയായ ശീലങ്ങളും ശരിയായ മനസാക്ഷിയുമാണ് നല്ല ജീവിതമാർഗം എന്ന് ബുദ്ധൻ പറഞ്ഞു തരികയാണ്. ശരിയായ ചിന്ത, ശരിയായ ഉദ്ദേശം, ശരിയായ ശീലങ്ങൾ, ശരിയായ മനസാക്ഷി. ഇതൊരു ചക്രം പോലെ, ഒരു സ്പോക്ക് പോലെ, ഒരു വീലിലുള്ള ആരോ മാർക്ക് പോലെ നമുക്ക് 8 തരംതിരിച്ച് വ്യത്യസ്തമായിട്ട് കാണാം, മുന്നോട്ട് കാണാം. താങ്ക് യു.